ഹരി ഓം. എങ്ങനെയാണ് dvsambramam.com നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ആദ്യം ലോഗിൻ ബട്ടനെ ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ലാപ്ടോപ്പിലുള്ള സ്ക്രീനാണ്. ഏകദേശം ഇതേപോലെ തന്നെയാണ് നമ്മുടെ മൊബൈലിലും ഈ പേജ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ലേ ഔട്ട് മാത്രമാണ് കുറച്ച് മാറ്റം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. ലോഗിൻ ബട്ടൺ ഉണ്ട്. ആ ലോഗിൻ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ഡോണ്ട് ഹാവ് എൻ അക്കൗണ്ട്, സൈൻ അപ്പ്. ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് നെയിം, ഇപ്പം ഞാൻ എൻ്റെ പേര് കൊടുക്കുന്നു. ലാസ്റ്റ് നെയിം, പേരും ഒരു ഇനീഷ്യൽ കൊടുക്കുക ലാസ്റ്റ് നെയിമിൽ, അങ്ങനെ സെക്കൻഡ് നെയിം ഇല്ലെങ്കിൽ. പിന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഞാനിവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു. മൊബൈൽ നമ്പർ കൊടുക്കുന്നു. പിന്നെ പാസ്വേഡ് കൊടുക്കുന്നു. ഞാൻ ഒരു 8 ക്യാരക്ടറെങ്കിലും മിനിമം വേണം ഒരു പാസ്വേഡിന് കൊടുക്കും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സൈൻ അപ്പ് എന്നുള്ളൊരു ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഇങ്ങനെയാണ് നമ്മളൊരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത്. സൈൻ അപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഈ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നേരിട്ട് തന്നെ നമ്മൾ ലോഗിൻ ആവും. സൈൻ അപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത ഉടനെ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ വന്നു. ഇപ്പോൾ നമ്മുടെ പേര്, ഈ ഫസ്റ്റ് നെയിം ഇവിടെ വരും. അതിൻ്റെ അടുത്തൊരു ഇങ്ങനെ ഒരു ചെറിയൊരു മനുഷ്യൻ്റെ ചിത്രം വരുന്നുണ്ട്. ഇതിനെ നമ്മൾ അവതാർ എന്ന് വിളിക്കാം. അവതാർ. അപ്പം ഇതാണ്, ഈ അവതാറാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് പ്രൊഫൈൽ എന്ന് വരുന്നത്. അപ്പോൾ ക്രിയേറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൊരു രീതിയാണ്. ഞാൻ ജസ്റ്റ് എളുപ്പം ഒന്ന് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. ആർ യു ആൻ SPYSS മലയാളം മെമ്പർ? ഇത് ഈ DVS എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് യോഗ ചെയ്യുന്ന ഒരു 100-200 പേര് നമ്മൾ ദിവസവും രാവിലെ ഇന്ത്യൻ സമയം 5:30 to 7 മണി വരെ സൂമിൽ ഫ്രീ ആയിട്ട് യോഗ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ പേരാണ് SPYSS, ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതി. അതിൻ്റെ മലയാളം വിങ്ങാണ് നമ്മൾ. അപ്പം ഇതിൻ്റെ ഒരു സേവയുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് DVS ധാർമ്മിക വ്യവസായ സംരംഭം എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഇതിൽ മെമ്പർ ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ നമുക്ക് ആരെങ്കിലും വേറെ ഈ ഗ്രൂപ്പിൻ്റെ മെമ്പറെ അറിയാമെങ്കിൽ എസ് കൊടുക്കുക. പിന്നെ അവരുടെ പേരും നമ്പറും കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇതാണ് SPYSSൻ്റെ. ഇത് അറിഞ്ഞുകൂടാ, ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ നോ കൊടുത്തിട്ട്, രണ്ടും നോ കൊടുത്തിട്ട് മുൻപോട്ട് പോകാം. ഇതാർക്ക് വേണ്ടിയാണ്? ചെറുക്കനാണോ പെണ്ണിനാണോ? അപ്പം ഇത് ഓപ്ഷൻ എടുക്കുക. പിന്നെ ഇത് എൻ്റെ മോനോ മോക്കാണോ, സെൽഫ് ആണോ, റിലേറ്റീവ് ആണോ, ഫ്രണ്ടിനാണോ? പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ പേര് ഫുള്ളായിട്ട് കൊടുക്കുക. കോൺടാക്ട് നമ്പർ, ഈ നമ്പറിലായിരിക്കും നമുക്ക് ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പറാണ്. ആദ്യം നമ്മൾ ID ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു നമ്പർ കൊടുത്തു, അത് തന്നെ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ വേണമെങ്കിൽ കൊടുക്കാം. സാധാരണ ഇവിടെ ഗാർഡിയൻ്റെ, അച്ഛനമ്മയുടെ, മുതിർന്നവരുടെ നമ്പറാണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ എവിടാണ് ഈ പ്രൊഫൈൽ ആർക്കാണോ ഉണ്ടാക്കുന്നത്, ആ പെൺകുട്ടി ആൺകുട്ടി എവിടാണ് താമസിക്കുന്നത്? ഇപ്പോൾ കേരളത്തിലായിരിക്കും വീട്, പക്ഷേ ഇപ്പോൾ ബാംഗ്ലൂരിലാണ് ജോലി. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കൊടുക്കുക. ബാംഗ്ലൂരിലാണ് താമസിക്കുക. ഗോത്രം അറിയാമെങ്കിൽ കൊടുക്കുക. എവിടാണ് ജനന സ്ഥലം, ജനന തീയതി, മണിക്കൂർ, മിനിറ്റ്, പിന്നെ AM ആണോ PM ആണോ, നക്ഷത്രം, രാശി, ഇങ്ങനത്തെ ജാതകം, ഹൈറ്റ്, വെയിറ്റ്, പിന്നെ എഡ്യൂക്കേഷൻ. ഇതിങ്ങനെ ആഡ് ചെയ്യാം. ആഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഗ്രി, പിന്നെ ഏത് വർഷമാണ്. ഇവിടെ ഡിഗ്രിയും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടാണ് പഠിച്ചത്, ഇത് രണ്ടിങ്ങനെ എന്തൊക്കെയാണോ പഠിച്ചത്, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ്, അത് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ പറയാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഹിന്ദുക്കൾക്ക് മാത്രമാണ്. അപ്പോൾ ഇത് ഹിന്ദു ചൂസ് ചെയ്യുക. കാസ്റ്റ് എഴുതുക.
സബ് കാസ്റ്റ് ഉണ്ടെങ്കിൽ സബ് കാസ്റ്റ്, അല്ലെങ്കിൽ കാസ്റ്റ് തന്നെ പിന്നെ അത് തന്നെ എഴുതാം. മദർ ടങ്, എംപ്ലോയ്മെന്റ്, നേച്ചർ ഓഫ് ജോബ്. അപ്പോൾ ഗവൺമെന്റ് ആണോ, എംപ്ലോയ്മെന്റ് ഗവൺമെന്റ് ആണോ, പ്രൈവറ്റ് ആണോ, സെൽഫ് ആണോ, സെൽഫ് എംപ്ലോയിഡ് ആണോ, ഇവിടെ IT ആണോ, ഏത് തരത്തില്, അല്ലെങ്കിൽ ഫൈനാൻസ് ആണോ, എന്താണെന്നുള്ളത്. ഏതായാലും ജോലിയുടെ ഡീറ്റെയിൽ കൊടുത്തു. ആനുവൽ ഇൻകം താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ ഓരോരുത്തർ നമ്മുടെ ഹോബിയെ കുറിച്ച്, പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ഹോബി, ഇക്കാര്യങ്ങൾ. പിന്നെ എവിടാണ് ആൻസിസ്ട്രൽ ഒറിജിൻ. ഇപ്പം നമ്മൾ നാട്ടില് എവിടെങ്കിലും ഒരു ജില്ലയിൽ നിന്ന്, ഒരു സ്ഥലത്തു നിന്നായിരിക്കുമല്ലോ നമ്മുടെ കുടുംബം, തറവാട്. അതവിടെ അത് കൊടുക്കാം. ഒരു ഡിസ്ട്രിക്റ്റ് ആണ് സാധാരണ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, അല്ലെങ്കിൽ ആലപ്പുഴ, കൊല്ലം, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി എവിടെ നിന്നാണോ ഒറിജിനേറ്റ് ചെയ്യുന്നത് അതാണ്. വേറെ ലാംഗ്വേജസ് അറിയുന്നത്, ഫാമിലി ഡീറ്റെയിൽസ്, അച്ഛൻ എന്ത് ചെയ്യുന്നു, അമ്മ. ഇവിടെ ഒന്നും ആരുടെയും പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ എന്ന് പറഞ്ഞു കൊടുക്കാം. അതേപോലെ ഇവിടെ തരുന്ന ഈ പേര്, ഫുൾ പേര് എവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. സെക്യൂരിറ്റിയുടെ ഒരു കാര്യമാണ്. നമ്മൾ ഈ പേര് ജസ്റ്റ് ഒന്ന് ഇവിടെ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് എവിടെ പ്രൊഫൈലിൽ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഈ വേറെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് വേണമെങ്കിൽ ഇതൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് പേര് എവിടെയും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് ഇത് വളരെ സെക്യൂർ ആണ് ആ രീതിയിൽ. ഇപ്പം മെരിറ്റൽ സ്റ്റാറ്റസ്, കല്യാണം കഴിച്ചതാണോ അല്ലെങ്കിൽ അൺമാരീഡ് ആണോ, ഇതാണ്. പിന്നെ ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ സ്മോക്ക്, പിന്നെ ആൽക്കഹോൾ, പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ടാബ്ലറ്റ്സ് എന്തെങ്കിലും കഴിക്കുന്നു, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഡീറ്റെയിൽസ്. എക്സ്പെക്ടേഷൻ, നമ്മൾ എങ്ങനത്തെ പെൺകുട്ടിയോ അല്ലെങ്കിൽ എങ്ങനത്തെ ആൺകുട്ടിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ മിനിമം ഗ്രാജുവേറ്റ്, അങ്ങനത്തെ നമുക്ക്, ഇല്ലെങ്കിൽ ഈ നക്ഷത്രക്കാര് പറ്റത്തില്ല, അങ്ങനത്തെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതാം. പിന്നെ ഇത് ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് എന്നുള്ളൊരു ഉറപ്പ് വേണ്ടി ഇത് കൺഫർമേഷൻ ചെയ്യുക, പിന്നെ സബ്മിറ്റ് ചെയ്യുക. ഇതാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഇങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് പിന്നെയും പോയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അവതാറിനെ ക്ലിക്ക് ചെയ്യാം. ഈ അവതാറിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ കാണുന്ന പോലെ അപ്ലോഡ് ഫോട്ടോസ് എന്ന് വരുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ 2 ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. മെയിൻ ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ കാണുന്ന പോലെ നമ്മുടെ ഫേസ് ക്ലോസപ്പിൽ ഒരു ഫോട്ടോ, പിന്നെ രണ്ടാമത്തത് ഫുൾ ലെങ്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ 2 ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് റെഡിയാണ്. ഹരിയോ.